തങ്കി എന്ന കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് നായിക വേഷത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് സമൃദ്ധ സുനിൽ. ലാൽ ജോസ് സംവിധാനം ചെയ്ത രസികൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സമൃദ്ധ സിനിമാ രംഗത്ത് ശ്രദ്ധേയായത്. ദിലീപ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ. തന്റെ കോളേജ് കാലഘട്ടത്തിലാണ് സമൃദ്ധ സിനിമയിൽ അഭിനയിച്ചത്. ഇപ്പോഴിതാ രസികൻ പുറത്തിറങ്ങിയിട്ട് 20 വർഷമായെന്ന് സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് നടി. സിനിമയിലെ തന്റെ കഥാപാത്രമായ തങ്കിയുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചാണ് നടി സന്തോഷം കുറിച്ചത്. നിരവധി പേരാണ് സമൃദ്ധയെ അഭിനന്ദിച്ച് കമന്റുകൾ ഇട്ടത്. എന്നാണ് സിനിമയിലേക്ക് തിരിച്ചു വരുന്നതെന്നും എന്നും പ്രിയപ്പെട്ട നടിയായിരിക്കുമെന്നും എന്നിങ്ങനെയുള്ള കമന്റുകളാണ് ആരാധകർ ഇടുന്നത്. നിരവധി സിനിമകളിൽ നിറഞ്ഞു നിന്ന സമൃദ്ധ ഇടയ്ക്ക് സിനിമയിൽ നിന്ന് മാറി നിന്നതിന്റെ കാരണവും ആളുകൾ നിരന്തരം തിരക്കാറുണ്ടായിരുന്നു. സമൃദ്ധയുടെ ആദ്യ ചിത്രം രസികനായിരുന്നെങ്കിലും കമൽ സംവിധാനം ചെയ്ത അയാൾ കഥ എഴുതുകയാണ് എന്ന മോഹൻലാൽ ചിത്രത്തിൽ ഒരു സീനിൽ സമൃദ്ധയെ കാണാം. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന പല നടിമാരും ഇടയ്ക്ക് ഒരു ഇടവേള എടുക്കാറുണ്ടായിരുന്നു. എന്നാൽ പ്രേക്ഷകർ എപ്പോഴും തിരയുന്ന നടിമാരുടെ ലിസ്റ്റിൽ ടോപ്പ് 5-ലായിരിക്കും സമൃദ്ധയുടെ സ്ഥാനം എന്നത് ഉറപ്പാണ്. പിന്നീട് നേരറിയാൻ CBI, ചന്ദ്രോത്സവം എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായി മാറി. 2005-ൽ പുറത്തിറങ്ങിയ സലീം കുമാർ നായകനായ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ ഷേർലി എന്ന കഥാപാത്രവും അതുവരെ ചെയ്തു വന്ന റോളുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. നോട്ടം എന്ന ചിത്രത്തിലെ പച്ചപ്പനന്തത്തെ എന്ന ഒറ്റ ഗാനം മതിയായിരുന്നു സിനിമാ പ്രേക്ഷകർക്ക് അവരെ ഓർക്കാൻ. പ്രകൃതി ഭംഗി വിളിച്ചോതുന്ന പാട്ടിൽ ഒരു നാടൻ പെൺകുട്ടിയായാണ് സമൃദ്ധ പ്രത്യക്ഷപ്പെട്ടത്. 2007 എന്ന വർഷം സമൃദ്ധയുടെ ഭാഗ്യവർഷമായിരുന്നു. ഹലോ, ചോക്ലേറ്റ്, അറബിക്കഥ അങ്ങനെ കൈ നിറയെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ലഭിച്ച വർഷമായിരുന്നു അത്. മലയാളത്തിൽ കൂടുതൽ വേഷങ്ങൾ ചെയ്ത അവരുടെ തമിഴ്, തെലുങ്ക് സിനിമകൾ താരതമ്യേന വളരെ കുറവായിരുന്നു. ഉയർ എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും മലയാളത്തിലെ ലയൺ എന്ന സിനിമയുടെ റീമേക്കായ ഏവന്തിരി നാഗേന്തി എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലേക്കും അവർ അരങ്ങേറ്റം കുറിച്ചു. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിൽ നവ്യ നായർ അവതരിപ്പിച്ച ബാലാമണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സമൃദ്ധയെ പരിഗണിച്ചെങ്കിലും പിന്നീട് പല കാരണങ്ങളാൽ അത് വഴിമാറിപ്പോയി. 2012-ൽ പുറത്തിറങ്ങിയ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമായ മല്ലു സിംഗിലും നായികയായി എത്തിയിരുന്നു. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ സഹോദരിയായാണ് സമൃദ്ധ എത്തിയത്. ലാൽ ജോസ് സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിലെ അവർ ചെയ്ത വേഷം പ്രേക്ഷക സ്വീകാര്യത നേടിയിരുന്നു. സമൃദ്ധ അതുവരെ ചെയ്ത കഥാപാത്രങ്ങളുടെയൊക്കെ ലുക്കിൽ നിന്ന് വ്യത്യസ്തമായ ലുക്കിലായിരുന്നു ഡയമണ്ട് നെക്ലസിൽ എത്തിയത്. ഹെയർ ഷോർട്ട് ആക്കിയുള്ള മോഡേൺ ലുക്കായിരുന്നു ആ സിനിമയിൽ സമൃദ്ധയുടെ കഥാപാത്രത്തിന് നൽകിയിരുന്നത്. പൃഥ്വിരാജ് നായകനായി എത്തിയ അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ സൈനുവായി മാറി പ്രേക്ഷകരെ ഇമോഷണൽ ആക്കി. അഴലിന്റെ ആഴങ്ങളിൽ എന്ന സിനിമയിലെ പാട്ടും പ്രേക്ഷകരുടെ ഫേവറേറ്റ് ആയി മാറി. 2019-ൽ പുറത്തിറങ്ങിയ ബിജു മേനോൻ നായകനായി എത്തിയ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രമായിരുന്നു സമൃദ്ധ അടുത്തായി അഭിനയിച്ച ചിത്രം. ചിത്രത്തിൽ ബിജു മേനോന്റെ ഭാര്യാവേഷമാണ് അവർ അവതരിപ്പിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സമൃദ്ധ സിനിമയിലേക്ക് തിരിച്ചെത്തിയ ചിത്രം കൂടിയായിരുന്നു അത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.